ഇന്ന് നമ്മുടെ സിംപ്ലി കുക്കിങ്ങിൽ നമ്മൾ ഇന്ന് കടലക്കറിയാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. സിമ്പിൾ ആയിട്ടുള്ള സിംപ്ലി കടലക്കറി നമുക്ക് നോക്കാം. കടല നന്നായിട്ട് കുതിർത്ത് എടുത്ത് വെച്ചേക്കുവാണ്. സവാള, തക്കാളി, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി. പച്ചമുളക് എരിവിനനുസരിച്ച് നിങ്ങളുടെ ഇഷ്ടത്തിന് ചേർക്കുക കേട്ടോ. ആവശ്യത്തിന് ഉപ്പും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/4 ടീസ്പൂൺ പെരിഞ്ജീരകം പൊടിച്ചതും വെള്ളവും ചേർത്ത് കടല നന്നായിട്ട് കുക്കറിലിട്ട് വേവിച്ചെടുക്കുക. ഇതെല്ലാം കൂടെ ഒന്നിച്ച് കുക്കറിലിട്ട് വേവിച്ചെടുക്കുക. കടല നന്നായി വെന്തതിന് ശേഷം ഇതുപോലെ ഒരു പാത്രം വെച്ചിട്ട് എണ്ണ ചൂടായിട്ട് കടുക് പൊട്ടിച്ചിട്ട് നമ്മുടെ കറിവേപ്പിലയും വറ്റൽമുളകും കൂടിട്ട് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്യുക. തീ ഓഫ് ചെയ്തതിന് ശേഷം പൊടികൾ ചേർക്കുക. 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ ഗരം മസാലയുമാണ് ഇതിൽ ചേർത്തേക്കുന്നത്. പൊടികൾ കരിഞ്ഞു പോകാതെ നന്നായിട്ട് വഴറ്റിയെടുക്കുക. കരിയാതെ പ്രത്യേകം ശ്രദ്ധിക്കുക. നമ്മുടെ തീ ഓഫാണ്. ഇതിന് ശേഷം ഇതിലോട്ട് കടല ചേർക്കുകയാണ്. നമ്മൾ നന്നായിട്ട് വേവിച്ച് വെച്ച കടല ചേർക്കുക. ഇനിയും തീ ഓൺ ചെയ്ത് സിമ്മിലിടണം കേട്ടോ. കടല ഈ മസാലയിൽ കിടന്ന് നന്നായിട്ട് ഒരു 10-15 മിനിറ്റും കൂടെ വേകണം. അതിനുശേഷം ഇതിലോട്ട് നമ്മൾ തേങ്ങാപ്പാലാണ് ചേർത്ത് കൊടുക്കുന്നത്. നമ്മുടെ കടല നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇതിലോട്ട് നമ്മൾ ഒരു 2 സ്പൂൺ തേങ്ങാപ്പാലാണ്, ഞാനിവിടെ കോക്കനട്ട് മിൽക്ക് പൗഡർ ചൂടുവെള്ളത്തിൽ ആഡ് ചെയ്താണ് ഒഴിക്കുന്നത്. കടല നന്നായിട്ട് തേങ്ങാപ്പാലും ആയിട്ട് മിക്സ് ആയിട്ടുണ്ട്. ഇനിയും തിളപ്പിക്കല്ലേ, തീ ഓഫ് ചെയ്യുക. ലാസ്റ്റ് സ്റ്റെപ്പ്, ഇതിലോട്ട് കുറച്ച് കറിവേപ്പിലയും വെളിച്ചെണ്ണയും ഒഴിച്ചു കൊടുക്കുക. നമ്മുടെ തീ ഓഫാണ്, തിളപ്പിക്കാൻ പാടില്ല. ഓക്കെ, നിങ്ങൾ വിളമ്പുമ്പം ഇതൊന്നും കൂടെ മിക്സ് ചെയ്തിട്ട് വിളമ്പുക. അപ്പോൾ ഈ കറിവേപ്പിലയും വെളിച്ചെണ്ണയും ഇതിൽ നല്ലതായിട്ട് മിക്സ് ആയിക്കോളും. നല്ലൊരു കടലക്കറിയാണ് കേട്ടോ. പുട്ടിൻ്റെയൊക്കെ കൂടെ സൂപ്പറാണ്.